ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൻ. എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് മുതലേ വല്യമ്മമാരൊക്കെ നല്ല രുചിയോടെ ചായക്കുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കൊഴുക്കട്ട. കൊഴുക്കട്ട എങ്ങനെയെന്നത് നമുക്ക് തയ്യാറാക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 200 ഗ്രാം ശർക്കര നമുക്ക് അലിയിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ഒരു തേങ്ങ ചിരകിയത് നമുക്ക് വിളയിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 5 ഏലക്കയും ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്താൽ ഏലക്ക നല്ലോണം ചെറിയ ജാറിൽ അടിഞ്ഞു കിട്ടും. ഇതിലേക്ക് ശർക്കര അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അരിച്ചാൽ പൊയ്ക്കോളും. എല്ലാം മിക്സാക്കി നല്ലോണം വിളയിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാം. 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് 1.5 ഗ്ലാസ് വറുത്ത നൈസ് പത്തിരി പൊടി ഇട്ട് കൊടുത്ത് കുറേശ്ശെ വാട്ടിയെടുക്കുക. പിന്നെ നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാവ് വീണ്ടും കുഴച്ചെടുക്കുക. പിന്നെ ഓരോ ഉരുളയാക്കി ഉരുട്ടി തള്ളവിരൽ വെള്ളത്തിൽ നനച്ച് ഉള്ളിലേക്ക് അമർത്തി ഹോളുണ്ടാക്കി തേങ്ങ വിളയിച്ചത് അതിൽ നിറച്ച് മാവ് കൊണ്ട് മൂടുക. പിന്നെ ഉരുളയാക്കി വിരൽ വെള്ളത്തിൽ നനച്ച് ഉരുട്ടിയെടുക്കുക. കൊഴുക്കട്ടയ്ക്ക് ഷേപ്പ് കിട്ടാൻ ഒരു പ്ലേറ്റിൽ വെച്ച് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് മുകളിൽ അരിപ്പ വെച്ച് ഓരോന്നും ഇതിലേക്ക് വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുത്താൽ കൊഴുക്കട്ട റെഡി. ഈ അളവിൽ 15ഓളം കൊഴുക്കട്ട നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻഡീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.